ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിന്ന് ഒരു മൂവിക്ക് പോവാണ് കേട്ടോ. ഇന്ന് തൊട്ട് നമ്മളൊരു ഡെയിലി വ്ളോഗ് പോലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ പേര് ഷാരി എന്നാണ്. വെൽക്കം ടു അവർ ഫാമിലി, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞാൻ എൻ്റെ 3 മക്കളായിട്ട് ഇന്നൊരു മൂവിക്ക് പോവാണ്. ലോക ചാപ്റ്റർ 1 മൂവി കാണാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അങ്ങനെ എൻ്റെ മൂത്ത മോളെ കാണണ്ടേ, എൻ്റെ അധിക മോളെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അധിക മോള്. അധിക മോൾക്കൊരു വ്ളോഗുണ്ട്, അധിക കുട്ടി എന്നാണ്. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ എൻ്റെ സെക്കൻഡ് ഡോട്ടറാണിത്. കുഞ്ഞിന്ന് നമ്മൾ വിളിക്കും. ആദിത്രി എന്നാണ് പേര്. ആൻഡ് മൈ സ്മോൾ ഡോട്ടർ. എനിക്ക് 3 മക്കളാണ് കേട്ടോ, 3 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അങ്ങനെ എൻ്റെ സ്മോൾ ഡോട്ടറാണിത്. ഇതാണ് ദക്ഷിക. അങ്ങനെ ഹസ്ബൻഡ് ഗൾഫിലാണ് കേട്ടോ. ആള് നവംബറൊക്കെ ആകുമ്പോഴേക്കും വരും. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോണ വഴിക്കൊക്കെ കാണാം. ഇവിടെ അടുത്ത് തന്നെയുള്ള തൃശ്ശൂരാണ് കേട്ടോ നമ്മൾ താമസിക്കണേ. അപ്പോൾ പാവർട്ടിയിലാണ് നമ്മുടെ തിയേറ്റർ ഉള്ളത്. പുതിയ തുടങ്ങിയ തിയേറ്ററാണ്. അവിടേക്കാണ് നമ്മൾ സിനിമയ്ക്ക് പോണത്. ലോക ചാപ്റ്റർ 1 കാണാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് പറയാം. സിനിമ എങ്ങനെയുണ്ടായിരുന്നു, നല്ലതാണോ, ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ പറയാം. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോണ വഴിക്ക് കാണാം. അങ്ങനെ നമ്മൾ പാവർട്ടിയിലെത്തിയിട്ടോ. നമ്മൾ 2 വീലറിലാണ് നമ്മളെല്ലാവരും കൂടി വന്നത്. ഞങ്ങൾ 4 പേരും കൂടി 2 വീലറിലാണ് എത്തിയത്. ഓൾറെഡി 3:10 സിനിമ. നമ്മൾ ഓൾറെഡി 3 മണിക്കാണ് ഇവിടെ എത്തണത്. ടിക്കറ്റ് കിട്ടുമെന്നൊരു ഉറപ്പില്ല. ഞങ്ങൾ വേഗം തിരക്ക് പിടിച്ച് ഓടി മൂവി കാണാനായിട്ട് ഓടുകയാണ് കേട്ടോ. അങ്ങനെ VKG സിനിമാസ് എന്നാണ് തിയേറ്ററുടെ പേര്. അങ്ങനെ ലിഫ്റ്റൊക്കെ കാത്തു നിന്നു. ലിഫ്റ്റിലും പിന്നെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 3 ടിക്കറ്റ്സ് അവൈലബിൾ ആയിരുന്നു. 4 ടിക്കറ്റ് ഉണ്ടായിരുന്നു ആകെ ബാലൻസ്. അതിൽ 3 ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. അങ്ങനെ മൂവിക്ക് കയറി. നല്ല മൂവിയായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ മൂവി കണ്ട് നമ്മൾ ഇറങ്ങി ബൈക്കിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും പെട്ടെന്ന് മഴ ചാറി കേട്ടോ. പെട്ടെന്ന് മഴ ചാറി. നമ്മൾ വേഗം ഓടി അവിടെ തന്നെയുള്ള ഒരു ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാണ് മഴ മാറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ദക്ഷുവിൻ്റെ കുഞ്ഞു കുഞ്ഞു കളികളും ചേച്ചിമാരും ഒക്കെ ആയിട്ട് മഴയത്ത് അങ്ങനെ അധികം ഇറങ്ങാറില്ല. അപ്പോൾ മഴയത്തുള്ള കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്ത് അവിടെ തന്നെ ഒരു ചായക്കടയിൽ കയറി. മഴയോടെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ചായക്കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ച് മക്കൾക്ക് വിശക്കുണ്ടാവും, സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ നമ്മളിരുന്നു. അപ്പോൾ ദക്ഷിണ ഇതാ എല്ലാവർക്കും ഹാർട്ട് കാണിക്കുകയാണ്. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഹാർട്ടൊക്കെ കാണിച്ച് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോയി. ഓക്കെ, താങ്ക് യു. ഹലോ, നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഏകദേശം ഇവിടെ നൈറ്റായിട്ടോ, രാത്രിയായി. രാത്രി ഏകദേശം ഒരു 7:30-8 മണി ടൈമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അങ്ങനെ മഴ നിന്നു. നമ്മൾ കടയിലൊക്കെ കയറാണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറി, പിന്നെ കുറച്ച് പൂക്കൾ, നാളേക്കുള്ള പൂക്കൾ, പിന്നെ തൃക്കാരപ്പനം വയ്ക്കാനുള്ള പൂക്കൾ. അതിൻ്റെ തൃക്കാരപ്പനൊക്കെ നാളെ വെക്കും കേട്ടോ. നമ്മൾ ഉത്രാട നാളിൽ തൃക്കാരപ്പൻ വയ്ക്കും, ഓണം ഒരുക്കും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളും വീഡിയോസും എല്ലാം നമ്മുടെ ചാനലിൽ ഇനി തൊട്ട് അവൈലബിൾ ആയിരിക്കും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ മക്കൾ വാതിലൊക്കെ തുറന്നു അകത്ത് കയറുകയാണ്. അങ്ങനെ പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി ഭക്ഷണമൊക്കെ കഴിച്ച് പൂക്കൾ പച്ചക്കറികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ ബൈ. സി എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. അങ്ങനെ ഇന്നൊരു ചെറിയ ഈവനിങ് വ്ലോഗ് ആയിരുന്നു. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ദക്ഷി പറയും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ ദക്ഷുവിൻ്റെ റിക്വസ്റ്റ് പ്രകാരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ ഫ്രണ്ട്സ്.